മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ തീരാതെ ആശയക്കുഴപ്പം. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ പരിഗണിക്കുന്നതിലെ അനിശ്ചിതാവസ്ഥ നീങ്ങാത്തത് എറണാകുളത്ത് വെല്ലുവിളിയാകുന്നു. കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ സീറ്റുകളിലെ തീരുമാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത് പെരുമ്പാവൂരിലെ ആശയക്കുഴപ്പമാണ്. ജോസഫ് ഗ്രൂപ്പുമായുള്ള അന്തിമ ധാരണ വൈകുന്നതാണ് ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകളിൽ പ്രതിസന്ധിയാകുന്നത്. സാമുദായിക സമ്മർദ്ദം തൃശൂരിനും വെല്ലുവിളിയാകുന്നുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായുണ്ട്. സജോ, കോൺഗ്രസിന്റെ UDFന്റെയും ഒക്കെ സീറ്റ് നിർണയം എന്ന് പറയുന്നത് വിവിധ സമവാക്യങ്ങൾ ചേർത്തെഴുതി മാത്രം കണക്കൊപ്പിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പെരുമ്പാവൂർ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിനു പുറമെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ ആകെ നോക്കേണ്ടതുണ്ട്. മാധു, പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് അവിടെ വീണ്ടും അവസരം ലഭിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനിടെ വ്യത്യസ്ത അഭിപ്രായം നേതാക്കൾക്ക് ഇടയിലുണ്ട്. അവിടെ മറ്റാരെങ്കിലും പരിഗണിക്കണം എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. പല പേരുകൾ ഇതിനകം ചർച്ചയാവുകയും ചെയ്തു. അവിടെ ജെയ്സൺ ജോസഫ്, മനോജ് മൂത്തേടൻ, അതുകൂടാതെ ഉല്ലാസ് തോമസ് എന്നിങ്ങനെയുള്ള പേരുകൾ വിവിധ ഗ്രൂപ്പുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിലൊരു അന്തിമ തീരുമാനം ഈ ഹൈക്കമാൻഡ് ആയിരിക്കും എടുക്കുക. പക്ഷേ അവിടെ ഒരു തീരുമാനമായാൽ മാത്രമേ മറ്റിടങ്ങളിലെ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അവിടെ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കണം എന്ന അഭിപ്രായം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം DCC അധ്യക്ഷനാണ്. ഏതെങ്കിലും ഒരു സീറ്റിൽ അദ്ദേഹത്തെ പരിഗണിക്കണം. പെരുമ്പാവൂർ അല്ലെങ്കിൽ കൊച്ചി സീറ്റിൽ പരിഗണിക്കുകയാണ് മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അവിടെയും സാമുദായിക സമവാക്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായാൽ മറ്റ് സീറ്റുകളെയൊക്കെ അത് ബാധിക്കുകയാണ്. അതായത് ലത്തീൻ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം സഭ തന്നെ മുന്നോട്ട് വെച്ചു. അങ്ങനെ വരുമ്പോൾ കൊച്ചിയിലും വൈപ്പിനിലും അങ്ങനെയുള്ള പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമുണ്ട്. ആ തീരുമാനമെടുത്താൽ മാത്രമേ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഈഴവ പ്രാതിനിധ്യവും ഉറപ്പിക്കണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ പെരുമ്പാവൂരിൽ തീരുമാനമായാലേ കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ സീറ്റുകളിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു പ്രതിസന്ധിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതുകൂടാതെ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ജോസഫ് ഗ്രൂപ്പുമായി അന്തിമമായൊരു ധാരണയിലേക്ക് എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ ഏറ്റുമാനൂർ എന്തായാലും ഏറ്റെടുക്കണം. അവിടെ കോൺഗ്രസിന് മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാലേ കാര്യമുള്ളൂ എന്ന വിലയിരുത്തലുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് അവിടെ പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പുമായി ഏതൊക്കെ സീറ്റ് വിട്ടു നൽകുന്നു എന്നത് സംബന്ധിച്ച് അന്തിമമായൊരു ധാരണ, പകരം ഏതെങ്കിലും സീറ്റ് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനൊരു ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെയും കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരണം എന്ന അഭിപ്രായം പലർക്കുമുണ്ട്. അതങ്ങനെ ഏറ്റെടുക്കുക എന്നൊരു പ്രാഥമിക ധാരണയും ആലോചനയും ഒക്കെ ഉണ്ട്. പക്ഷേ അന്തിമമായ അതൊരു ധാരണയിലേക്ക് എത്തണം. അത് ചർച്ച ചെയ്ത് സമ്പൂർണ്ണമായും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കണം. അത് സമ്പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഒരു കൃത്യം പേര് മുന്നോട്ട് വെക്കുക, അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് സാധ്യമാകാതെ പോകുന്നുണ്ട്. തൃശ്ശൂരിന്റെ കാര്യത്തിൽ നേരിടുന്ന ഒരു വെല്ലുവിളി, തൃശ്ശൂരിലും സമാനമായ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ, മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും ഈ സാമുദായിക സമ്മർദ്ദമാണ് പ്രധാന പ്രശ്നമാകുന്നത്. കത്തോലിക്ക സഭയടക്കം ചില പ്രാതിനിധ്യാവകാശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും ഒരു ചെറിയ പ്രതിസന്ധി നിൽക്കുകയാണ്. പക്ഷേ അതിലും ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ ഈ പറയുന്നത് പോലെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര സമവാക്യങ്ങൾ, ഉദാഹരണത്തിന് കൊച്ചിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ, എറണാകുളത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ A ഗ്രൂപ്പ് കൂടുതൽ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇതൊക്കെ നേതാക്കൾ പറയുന്നത് വളരെ വേഗത്തിൽ പരിഹരിക്കും. പെരുമ്പാവൂരിന്റെ കാര്യത്തിലെ ആശയക്കുഴപ്പം നേതാക്കൾ സമ്മതിക്കുന്നില്ല. പക്ഷേ അതൊരു വസ്തുതയാണ്. ഇതിനകം തന്നെ മറ്റ് നേതാക്കൾ, അതായത് ബെന്നി ബെഹനാൻ അടക്കം ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ പക്ഷേ ഏറ്റവും ആകാംക്ഷ പെരുമ്പാവൂരിന്റെ കാര്യത്തിലൊരു മാറ്റം വരുമോ, അങ്ങനെയെങ്കിൽ പാലക്കാട് അല്ലാതെ സിറ്റിംഗ് സീറ്റിന്റെ കാര്യത്തിലൊരു മാറ്റം വരിക, ഏക സീറ്റ് പെരുമ്പാവൂരായിരിക്കും. അതും പക്ഷേ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എൽദോസ് കുന്നപ്പള്ളി സീറ്റിനായി ശ്രമിക്കുന്നുണ്ട്, വേണ്ട എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഇനി സഭയുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്, അത് പരിഗണിക്കേണ്ടതുണ്ട്. ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കിടയിലുള്ള സ്ഥാനാർത്ഥി നിർണയം കടുപ്പമാവുകയാണ് UDFൽ.